കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു ബിസിനസ് ഇവിടുന്ന് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ചലഞ്ചിങ് ആണ്. കാരണം അവിടുത്തെ ഒരു കംഫോർട്ട് ലൈഫും ഇവിടുത്തെ ഒരു ഡിഫറെന്റ് ലൈഫ് സ്റ്റൈലിലും അത് മാനേജ് ചെയ്യാൻ പാടാണ്. സോ എന്റെ ഒരു അഡ്വൈസിന് എപ്പോഴും പല ഫ്രണ്ട്സോട് പറഞ്ഞു വെച്ചാൽ യു ഷുഡ് ഹാവ് എ പ്ലാൻ. നമ്മള് അവിടെ ഗൾഫ് വിടുന്നതിന് മുമ്പ് ഇന്ന് യൂട്യൂബും പല മീഡിയാസും ഉണ്ട്, ഒരുപാട് ബിസിനസ് പഠിക്കാനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ഉള്ളിൽ വേണം. ഇവിടെ വന്നിട്ട് നമ്മളെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോട് ഞാൻ എന്ത് തുടങ്ങണം എന്ന് ഒരിക്കലും ചോദിക്കുക. ഇറ്റ്സ് എ വെരി റോങ് ഡിസിഷൻ. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി അവിടുന്ന് വരണം. ആ ക്ലാരിറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ വന്നതിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഞങ്ങൾ ചെയ്ത ഏറ്റവും ഫസ്റ്റ് ഇതാണ്, ഞങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരുന്നു ഇവിടെ വന്ന്. സെക്കൻഡ് എന്ന് വെച്ചാൽ കേരളം എന്ന സ്ഥലത്ത് എങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്യും. സോ കേരളത്തിൽ നമുക്ക് എല്ലാ സംഭവം ചെയ്യാമെന്ന് നമ്മൾ അങ്ങനെ ഒരു ഇത് വാശി പിടിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യുന്നു. നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഐഡിയ സ്റ്റേജ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാം. സ്കെയിൽ അപ്പ് നമുക്ക് പല സ്ഥലങ്ങളിൽ ചെയ്യാം. ഇപ്പോൾ മാനുഫാക്ചറിങ് കേരളത്തിൽ പറയുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഫസ്റ്റ് ലാൻഡ് കോസ്റ്റ് വളരെ ഹൈ ആണ്, ലേബർ കോസ്റ്റ് ഇതാണ്. സോ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ പല നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർ ഇവിടെ എടുത്ത് നമ്മൾ പണി ചെയ്ത് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ മലയാളികൾ ഗൾഫിൽ പോയി പണി ചെയ്തിട്ട് എല്ലാ പൈസ ഇങ്ങോട്ട് അയക്കുന്ന മതി. ഇവരും പൈസ അവരുടെ